ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോയിട്ടുള്ളവര് ഉഹദ് മല കണ്ടിട്ടില്ലേ? 10 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന പ്രവിശാലമായ മല. ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു പർവ്വതമാണ്. ഈ പർവ്വതത്തെ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ പർവ്വതം നമ്മളെയും ഇഷ്ടം വെക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളും അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറാറുള്ള മലയാണത്. ഒരിക്കൽ ഇങ്ങനെ കയറിയപ്പോ മല കടന്ന് ഇങ്ങനെ വിറച്ചു. സന്തോഷം കൊണ്ടാണ്. അത് തുള്ളിച്ചാടുക എന്ന് പറയൂലേ. മല ഇങ്ങനെ കടന്ന് ഇളകാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഉസ്കുത് യാ ഉഹദ്, ഉഹദേ നീ അടങ്ങിയിരിക്കും. മലയോട് പറയാം. കാരണം നിന്റെ മുഖത്തുള്ളത് അല്ലാഹുവിന്റെ റസൂലാണ്, പിന്നെ സിദ്ദീഖാണ്, 2 ഷഹീദുകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും പിന്നെ ലോകത്ത് വരാനിരിക്കുന്ന 2 ശുഹദാക്കൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ശത്രുക്കളുടെ വെട്ടേറ്റാണ് മരണപ്പെട്ടത്. അവരെ നിർത്തിക്കൊണ്ട് നബി തങ്ങൾ പുലരുന്ന പ്രവചനം നടത്താൻ മലയുടെ മുകളിൽ വെച്ച്. അതുകൊണ്ട് അടങ്ങിയിരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വലിയ ഇഷ്ടമുള്ള മലയാണ്. ആ മലയുടെ താഴ്വാരത്ത് വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ, മക്കയിൽ പ്രവാചകരെ നിർത്തുന്നില്ല. അനുയായി വൃന്ദം പരസ്യ പ്രബോധനവുമായി നിലകൊള്ളുമ്പോൾ ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്തിയതാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും അവിടെ നിന്ന് മദീന വരെ യാത്ര ചെയ്തു, ഹിജ്റ ചെയ്തിട്ട് ഇവിടെയും പ്രയാസപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാൻ അനുവദിക്കുന്നില്ല. തൊട്ട് 9 വർഷം ബദർ നടന്നു. അതിലും അവർക്ക് തോൽവിയാണ്. വീണ്ടും പ്രവാചകരെയും അനുയായികളെയും കൊല്ലാൻ മദീന വരെ 450 കിലോമീറ്റർ വരെ ഡെസേർട്ടിലൂടെ, മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ അശ്വാരൂഢന്മാരായി പ്രവാചകരെ കൊല്ലാനുള്ള ദേഷ്യത്തോടുകൂടി അവർ കടന്നു വരികയാണ്. ഉഹദ് താഴ്വാരത്ത് വെച്ച് യുദ്ധത്തിന് വേണ്ടി മുറകുളി കൂട്ടുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ ആ കാണുന്ന പർവ്വതം, ഉഹദ് മലയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു പർവ്വതം, ഇന്ന് ആളുകൾ കയറുന്നതാകുന്ന ജബൽ റുമാത്തി എന്ന് ചരിത്രരേഖയിൽ പിന്നീട് അടയാളപ്പെടുത്തിയതാകുന്ന അമ്പൈത്തിന്റെ മല എന്നറിയപ്പെടുന്ന ആ മലയുടെ മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറ്റി 50 പേര്. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നല്ല അമ്പൈത്ത് അറിയാവുന്ന ആളുകൾ. നിങ്ങൾ അതിന്റെ മുകളിൽ കയറി നിൽക്കണം. ശത്രുക്കൾ ദൂരെ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾ അമ്പ് ചെയ്തിട്ട് അവരെ വീഴ്ത്തണം. അപ്പൊ നല്ല കഴിവുറ്റ കിടയുറ്റതാകുന്ന 50 പേര് അതിന്റെ മുകളിൽ നിർത്തി. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ഓടിപ്പിടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും ഈ സെലക്ഷനെ കഴിഞ്ഞിട്ട് എനിക്ക് അമ്പയത്തിനേക്കാൾ നല്ലതുപോലെ വശം വാളാണ് പരിചയം. അപ്പൊ ഞാൻ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. അപ്പൊ ഖതാദ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് കരുതി, എന്നാ പിന്നെ നബിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം, നബിയുടെ പരിസരത്ത് തന്നെ നിൽക്കാം. അതാകുമ്പോ ശത്രുക്കൾ ആരെങ്കിലും നബിയെ ഉപദ്രവിക്കാൻ വന്നാല് അവരെ തടയലുമായി. ആരെങ്കിലും ദൂരേന്ന് അമ്പ് ഇങ്ങോട്ട് ചെയ്താല് എന്റെ ശരീരം കൊണ്ടെങ്കിലും തടുക്കാമല്ലോ. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ എന്തെങ്കിലും പറ്റിയ പിന്നെ എന്തിനാ മുസ്ലിം എന്ന് പറഞ്ഞു നിൽക്കുന്നത്? നബിയോടുള്ള ഇഷ്കാണത്. കാരണം എല്ലാവരും ഉന്നം വെക്കുക, ശത്രുക്കളെ മുഴുവനും ആരെ കൊല്ലാനാണ് നോക്കുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാനാണ് നോക്കുക. അതുകൊണ്ട് നബിക്ക് സംരക്ഷണേക നേതാവാണ്. ഒരു വേളയിൽ നബി തങ്ങളുടെ മുൻപല്ല് പൊട്ടി ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ താങ്ങിയെടുത്തു ഉഹദിന്റേതാകുന്ന ഒരു മലയുടെ സൈഡിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ചരിത്രം വിശാലാണ്, ഞാൻ ചുരുക്കി പറയുന്നു. അവിടെ നബിക്ക് കാവലായി ത്വൽഹ റളിയല്ലാഹു അൻഹു കൊണ്ട് കൂടെ ഖതാദ റളിയല്ലാഹു അൻഹു ഒക്കെ നിൽക്കാൻ, വട്ടം കൂടി ഇങ്ങനെ നിൽക്കാൻ നബിക്ക് സംരക്ഷണം. മനസ്സുകൊണ്ട് കരുതിയതുപോലെ തന്നെ ദൂരെ നിന്ന് ഒരു അമ്പ് വന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ വന്ന് തറച്ചു, സസൂക്ഷ്മം വന്ന് തറക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു അമ്പങ്ങോട് വലിച്ചൂരുമ്പോൾ കണ്ണ് തെറിച്ച് താഴേക്ക് പോയി. وبقيسهم وقتادة عن عينه ردت بكف المصطفى الحسناء. കണ്ണെടുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നു റസൂലുള്ളാഹിയുടെ സവിധത്തിലേക്ക്. ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കെന്നെ കണ്ണ് തിരിച്ചു നൽകിയാലും റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖതാദ, നിന്റെ ഈ 2 കണ്ണ്, ഈ ഒരു കണ്ണിന് പകരമായ സ്വർഗ്ഗത്തിൽ 2 കണ്ണുകൾ തരും. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകും. ഈ കണ്ണ് പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ
തന്നെ ഷഹീദാവട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, തങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തതാകുന്ന സ്വർഗീയ കണ്ണുകൾ വേണം, സ്വർഗം എനിക്ക് വേണം. കാരണം എന്റെ കണ്ണിവിടെ തെറിച്ചു പോയിട്ടുണ്ട്. ഞാൻ വേദന പൊളഞ്ഞുകൊണ്ട് സമയത്ത് പോലും ഞാൻ പരിപൂർണമായി ശ്രമിച്ചു നിൽക്കുന്നു. പക്ഷേ എന്റെ കണ്ണെനിക്ക് തിരിച്ചു വേണം. ഇന്നലെയാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. എന്റെ ഭാര്യ എന്റെ കണ്ണിൽ ചുംബിച്ചാണ് യാത്രയാക്കിയിട്ടുള്ളത്. തിരിച്ചു പോകുമ്പോ കണ്ണ് പൊട്ടനായിട്ട് പോകൽ എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. തങ്ങൾ എനിക്ക് തിരിച്ചു തന്നാലും റസൂലേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നുണ്ട്, അത്വബീബുൽ ഹാദിഖൂ, നൈപുണ്യമുള്ള ഡോക്ടറാകുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണ് കയ്യിലേക്ക് വാങ്ങിയെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് തിരിച്ചു വെച്ചു കൊടുക്കുന്നു. മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹ് കൊണ്ടെന്ന് തടവുകയും ചെയ്യുന്നു. പരിപൂർണമായ ശിഫയാണ്, ശിഫയാണ്. വേദനയില്ല, രക്തമൊലിക്കുന്നില്ല. കണ്ണാണെന്ന് ഓർക്കണം, മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവുമാക്കപ്പെട്ട ഒരു അവയവമാണ്. ആ കണ്ണിൽ ഒരു ചെറിയ കമ്പ് കുത്തിയാൽ പോലും പ്രയാസമല്ലേ? ശസ്ത്രക്രിയ ചെയ്യുന്നത് എത്രയോ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് തിരിച്ചു വെച്ചു കൊടുത്തിട്ടൊന്ന് തടവി വിട്ട് പറയുന്നു, പൊയ്ക്കോ, കണ്ണ് പരിപൂർണമായി ശിഫയായി. ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരണം വരെ എന്റെ കണ്ണിന് വേദനയില്ല, ബുദ്ധിമുട്ടില്ല. റസൂലുള്ളാഹി ചികിത്സിച്ച കണ്ണിന് ഒരു ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. മരുഭൂമിയിലെ മണൽപ്പരപ്പിലൂടെ പരയാത്രകളെ നടത്തിയവനാണ് ഈ ഖതാദ. അതികഠിനമാകുന്ന ചൂടുള്ള വേളകൾ ഞാൻ യാത്ര ചെയ്യുമ്പോ എന്നെ മറ്റേ കണ്ണ് ചുവന്ന് തുടുക്കാറുണ്ട്. അതിന്റെ കണ്ണിന്റെ പീളകൾ വന്ന് അടിയാറുണ്ട്. കണ്ണിന് അസുഖം വരാറുണ്ട്. രാത്രിയിൽ നിന്ന് നേരം വെളുക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി ചികിത്സിച്ചതാകുന്ന കണ്ണിന് മരണം വരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല, ഒരു വേദന പോലും കടന്നു വന്നിട്ടില്ല എന്ന് ഖതാദ റളിയല്ലാഹു അൻഹു. അതല്ലേ അഇമ്മത്തുൽ രേഖപ്പെടുത്തി വെച്ചത്, വബിഖൈസിഹിം വഖതാദതുൻ അനൈനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ടതാകുന്ന വലത് കൈ കൊണ്ട് പരിപൂർണമായി ശിഫ തിരിച്ചു കിട്ടുകയാണ്. പരിപൂർണമായി കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നു ഖതാദ റളിയല്ലാഹു അൻഹുവിന്. കൈയുടെ പവറാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ കൈയൊന്ന് തൊട്ടപ്പോൾ പ്രകാശിച്ചു. ബഹുമാനപ്പെട്ടതാകുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൈ, അദ്ദേഹം ആ കൈ സൂക്ഷിച്ചു. ആ തൊടലുകൊണ്ട് ബറക്കത്തെടുത്തിട്ട് പിന്നെ അതുകൊണ്ട് ഒരിക്കലും ലൈംഗിക അവയവത്തിലേക്ക് ആ കൈ കൊണ്ടുപോയിട്ടില്ല. സ്വഹാബത്ത് ശ്രദ്ധിച്ചു. കാരണം പ്രകാശമുള്ള വ്യക്തിയല്ലേ, ശരീരമാസകലം പ്രകാശമല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ കൈ കൊണ്ടൊന്ന് തടവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ? ബഹുമാനപ്പെട്ടതാകുന്ന അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹു വരെ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയെന്ന് മാത്രമല്ല, ആ തടവിയ മുടി അദ്ദേഹം മരണം വരെയും വെട്ടിയില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, വടിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ ബറക്കത്ത് വെച്ചതാ കയ്യാ. നബിയുടെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് തടവിയതാ. ഇതിന് വെട്ടുന്ന പരിപാടിയില്ല. സ്വഹാബത്തിന് നബിയോടുള്ള ഇഷ്ടം ആലോചിച്ചു. ബക്കറ്റൊന്നും കൊണ്ടുവന്നോ? അല്ലാഹു നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ കൊടുക്കുക. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അവർത്തിന് സദഖ കൊടുക്കാൻ തീരുമാനമില്ല, അതായിരിക്കും ആമീൻ പറയാം. ഇസ്മായിൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇസ്മായിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇവിടെ പ്രസംഗം ഉണ്ടെന്ന് അപ്പോഴാണ് അറിയുന്നത്. വന്നേക്ക അവ്വൽ സഫിലെത്തി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഞങ്ങളെ ഈ സാലിഹീകളെ ചേർക്കണേ. അല്ലാഹ് ആബിദീകളെ ചേർക്കണേ
അല്ലാ, നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ, ഹലാലായ സാമ്പത്തികം നീ നസീബാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നല്ല നിയ്യത്ത് വെച്ചിട്ടോ അല്ലാഹു അടുത്ത വർഷമെങ്കിലും നല്ല വൃത്തിക്കൊരു മൗലിദിന്റെ സദസ്സ് നടത്തണം. അതിനെ ആയിക്കോട്ടെ നിയ്യത്ത്, അതിൽ ബർക്കത്തുണ്ടാവും, സാര കാര്യമല്ല. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനാകുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇറാഖിലാണ് അന്ത്യവിശ്രമം ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് പലപ്പോഴും പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു നമുക്കൊക്കെ പോയി സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വർഷം ഇനി നവംബറിലും പോവാൻ അല്ലാഹു പോകാൻ തൗഫീഖ് നസീബാക്കട്ടെ. ഇറാഖിലെ ബഗ്ദാദിലാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഖ്ബറയുള്ളത്. മുഹിയുദ്ദീനെ കുറിച്ചൊന്നും പിന്നെ പറയണ്ടല്ലോ, അവരാരാണെന്ന് പറയേണ്ട കാര്യമില്ല. അവരുടെ പരമ്പര തന്നെ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളുടെ പരമ്പരയിലാണ്. വാപ്പാടെ പരമ്പര നേരെ പോകുന്നത് വാപ്പ അങ്ങനെ പോവുക ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്, ഫാത്തിമ ബിയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക്. ഉമ്മാടെ പരമ്പര നേരെ പോകുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഇനി വേറെന്തോ പറയാൻ 33 വർഷമാണ് ഇൽമു പഠിച്ചത്. മുപ്പത്തിമൂന്ന് വർഷമാണ് ഇൽമു പഠിച്ചത്. നമ്മൾ 33 സുബ്ഹാനല്ലാഹ് എല്ലാം പോലും മടിയാ ഇവിടെ. നമസ്കാരം കഴിഞ്ഞു 33 കൊല്ല ഇൽമു പഠിച്ചു. വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ ഞാൻ മുങ്ങിക്കുളിച്ചു, എല്ലാ ഫന്നും പഠിച്ചെടുത്തു. അതുകൊണ്ടാണ് ഔലിയാക്കളുടെ നേതൃത്വം. അല്ലാതെ പച്ചക്കുപ്പായം ധരിച്ചിട്ടോ ഒരു സുപ്രഭാതത്തിൽ കയറിയിരിക്കുന്ന ഷെയ്ഖായിട്ട് നിങ്ങൾ ഒരിക്കലും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാണരുത്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. 18ാമത്തെ വയസ്സിൽ ഇൽമ തേടിപ്പോയി 33 കൊല്ല ഇൽമു പഠിച്ചു. ബഹുമാനപ്പെട്ടവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ വയസ്സ് 51ആണ്. പിന്നെയാണ് വിവാഹം കഴിക്കുന്നത്. ചരിത്രം പഠിക്കണം. 51 വയസ്സ് വരെ പഠിക്കരുത്. അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തട്ടെ. 51 മുതൽ പിന്നീടുള്ള 40 കൊല്ലം ദറസ് നടത്തട്ടെ. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ 40 കൊല്ലം ദറസ്. 91ാമത്തെ വയസ്സിലാണ് വഫാത്ത്. ആരുടെ? മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ പരമ്പരയിലുള്ളതാകുന്ന ഷെയ്ഖാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, തരീഖത്തിന്റെ ഷെയ്ഖ്. അവരും അടങ്ങിയിരിക്കുന്നത് ബഗ്ദാദിൽ തന്നെയാണ്. അവരുടെ ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഖ്ബറയുടെ നേരെ ചേർന്ന് തൊട്ടുരുമിയിട്ട് മഖ്ബറയുണ്ട്. സരിയു സഖത്തി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ഉസ്താദും ശിഷ്യനും ഒരുമിച്ച് കിടക്കുന്നത്. സരിയു സഖത്തി റളിയല്ലാഹു അൻഹുയും ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഖ്ബറ ഒരു സ്ഥലത്ത് തന്നെയാണ്, അടുപ്പിച്ചടുപ്പിച്ച്. അവരുടെയും ഷെയ്ഖാണ് മഹാനാകുന്ന മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. ഹിജ്റ 200-ലൊക്കെ ജീവിച്ച മഹാനാണ്. എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്, ഏറ്റവും മഹത്തുക്കളായ ആളുകൾ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഹയ്യ ലിഖറാഅത്തി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ വജമഅ ഇഖ്വാനൻ وأوقد سراجا ولبس جديدا وتعطر وتجمل وتبخر تعظيما لمولد النبي صلى الله عليه وسلم حشره الله مع الفرقة الأولى وكان في أعلى عليين. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ സദസ്സ് ഒരുക്കിക്കൊണ്ട് ജനങ്ങളെ സത്യവിശ്വാസികളെ ആ സദസ്സിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും നല്ല ഭക്ഷണം വെക്കുകയും നല്ല പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് അത്തർ പൂശി നല്ലതുപോലെ ബുഖൂർ സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചുകൊണ്ട് മനോഹരമാകുന്ന മജ്‌ലിസ് സംഘടിപ്പിക്കുകയും ചെയ്താൽ അവൻ ഉന്നതമായ സ്ഥാനത്തിനാണുള്ളത്. അമ്പിയാക്കളോടൊപ്പമാണ്, ഔലിയാക്കളോടൊപ്പമാണ്,
ശുഹദാക്കളോടൊപ്പമാണ്, സാലിഹീങ്ങളോടൊപ്പമാണ്. വകാന ഫീ അലാഇല്ലീൻ, ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാൻ അത് ഹേതുവാണ്. എന്താ ഇയാൾ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിച്ചു. മഹാനാകുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉഹദ് മലയോളം സമാനമായിട്ട് സ്വർണ്ണമല അല്ലാഹു നൽകുകയും സ്വർണം നൽകുകയും അത് മുഴുവനും റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ സദസ്സിന് വേണ്ടി ചെലവഴിക്കാൻ കിട്ടുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ മറ്റൊരാഗ്രഹമില്ല. എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണതെന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം അന്തിവിശ്രമം ചെയ്യുന്നത് ഇറാഖിലാണ്, ബസറയിലാണ്. എന്താ മക്ബറ! അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഹസൻ ബസ്രി ഇമാമിന്റെ വാപ്പ യസാർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അതുപോലെ തന്നെ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖദ്ദാമയാണ്, അടിമയായിരുന്നു. പറഞ്ഞ നബി തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവിയുടെ അടിമയായിരുന്നു. ആര്? ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമസ്ത്രീ. അപ്പൊ ഇടയ്ക്ക് ഒരു ജോലിക്ക് വേണ്ടി ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിടുമ്പോ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയും. ഏതായി കുഞ്ഞ്? ഇപ്പൊ ഈ പറയുന്നതാകുന്ന കഥാപുരുഷൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ തൊട്ടിലിൽ നിന്നെടുത്തിട്ട് വാരി പുണർന്ന് മുലപ്പാല് കൊടുക്കുമായിരുന്നു. ചരിത്രാണ്. നബി തങ്ങളുടെ ഭാര്യയുടേതാകുന്ന മുലപ്പാല് കുടിക്കാൻ അവസരം അല്ലാഹു കൊടുത്തിട്ടുള്ളതാകുന്ന സയ്യിദു താബിഈൻ, ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കളിൽ പ്രമുഖനാകുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. താബിഈങ്ങളിൽ പ്രമുഖനായ വ്യക്തിയാണ്. ആ ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിൽ അത് മുഴുവനും എന്തിനു വേണ്ടി ചെലവഴിക്കും? റസൂലുള്ളാഹിന്റെ മൗലിദ് ചെല്ലാൻ വേണ്ടി ഞാൻ ചെലവഴിക്കും. ഇനി ഇതിനേക്കാൾ വലിയ തെളിവെന്ത് വേണം സഹോദരങ്ങളെ? അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് ചെയ്തോളി, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇതിപ്പോ അല്ലാഹു ചെയ്തിട്ടുണ്ടോ റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കുന്നവർക്ക് രണ്ട് തെളിവും കൂടി പറയാം. കടക്കട്ടെ, എന്തായാലും പറഞ്ഞല്ലോ. അല്ലാഹു ആദ്യം തന്നെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ്? അല്ലാഹു ഈ ലോകത്തേക്ക് സത്യവിശ്വാസികൾക്ക് നൽകിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണം. നിങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു പറയണമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ തന്നെ തെളിവായി. എന്നിട്ട് അല്ലാഹു ഓതിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോക ജനതയ്ക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് തങ്ങളെ നിയോഗിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ നബി തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുള്ളത്. നബിക്ക് എന്തെങ്കിലും ഒരു വിഷമം നേരിടുമ്പോൾ ആദ്യം ഖുർആനിക വചനവുമായിട്ട് ഇറങ്ങും അല്ലാഹു. ഒരിക്കൽ തമീമ് ഗോത്രത്തിലേക്കുള്ള ഒരു തലവനെ അന്വേഷിച്ചുകൊണ്ട് സ്വഹാബത്തിൽ പ്രമുഖരാകുന്ന സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് നബി തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം നടക്കുക. അപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമീമ് ഗോത്രത്തിലേക്കാണെങ്കിൽ നല്ലത് കഅക്കാ ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയുടെ പേര് നിർദ്ദേശിച്ചു. കഅക്കാവ് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ അത്ര കൊള്ളത്തില്ല, മൂപ്പർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഏറ്റവും നല്ലത് അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു മറ്റൊരു സ്വഹാബിയുടെ പേര് നിർദ്ദേശിച്ചു. അപ്പൊ ഇതിങ്ങനെ ചർച്ചയായി, ചെറിയ സംസാരമായി, ചെറിയ നിലയ്ക്ക് ശബ്ദമൊന്ന് ഉയർന്നു നബി തങ്ങളുടെ മുന്നിൽ. അല്ലാഹുവേ, ഉടനെ തന്നെ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ചെറിയ വിഷമം നേരിടുമ്പോൾ സാന്ത്വനത്തിന്റെ കരസ്പർശവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ വചനം ഇറക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ ولا تجهروا له بالقول كجهر بعضكم لبعض
تحبط أعمالكم وأنتم لا تشعرون. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഒരല്പം പോലും ശബ്ദം നിങ്ങൾ ഉയർത്തരുതേ. അങ്ങനെ നിങ്ങൾ അന്യോന്യം സംസാരിക്കുന്ന പോലെ റസൂലുള്ളാഹിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള സർവ്വ നന്മകളും അല്ലാഹു ഇല്ലാതാക്കുമേ. അത് പൊളിഞ്ഞു പോകാൻ ഹേതുവാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അത് അബൂബക്കറാകട്ടെ, ഉമറാകട്ടെ, ഉസ്മാനാകട്ടെ, റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ നന്മകളും പൊളിഞ്ഞു പോകാൻ ഹേതുവാണ്. എന്റെ പ്രവാചകനാകുന്ന മുഹമ്മദിന്റെ മുന്നിലൂടെ ഒരൽപ്പം ശബ്ദമുയർത്തി സംസാരിച്ചാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കരിച്ച നമസ്കാരങ്ങൾ, നോറ്റ് വീട്ടിയ നോമ്പുകൾ, കൊടുത്തു വീട്ടിട്ടുള്ള ദാനധർമ്മങ്ങൾ, സകാത്തുകൾ, ഹജ്ജുകൾ എന്നിവേണ്ട ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ നന്മകളും പരിപൂർണമായി പൊളിഞ്ഞു പോകുമേ. റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ശബ്ദമുയർത്തി സംസാരിച്ചാലെങ്കിലെന്ന് വിശുദ്ധ ഖുർആൻ. ഇതിനേക്കാൾ വലിയ പദവി ആർക്കാ കൊടുത്തിട്ടുള്ളത്? ലോക ചരിത്രത്തിൽ ഒരു സൃഷ്ടിയുടെ ശബ്ദത്തെക്കാൾ ഉയർച്ചയിൽ നിങ്ങൾ ആരും ശബ്ദിക്കരുതെന്ന് പറഞ്ഞ് അള്ളാഹു മോമിനികളെ വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരാളെ മാത്രമേ ഉള്ളൂ. ആരാണത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതല്ലേ നബിയുടെ മദ്ഹ്. നബിയെ പുകഴ്ത്തേണ്ടത്. നബിക്ക് വിഷമം ഉണ്ടായപ്പോ അപ്പ അള്ളാഹു ഇടപെടുകയാണ്. അള്ളാഹു സ്നേഹിച്ച പ്രവാചകരാണ് ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെടുത്ത് വിളിക്കുന്നില്ല. മൂസാ നബിയെ വിളിച്ചു, യാ മൂസാ ഇന്നനി അനല്ലാഹ്. മൂസാ നബി അല്ലാഹു പേരെടുത്ത് വിളിച്ചു. മൂസാ ഞാനാണ് അല്ലാഹു, എന്നെ നീ ആരാധിക്കണേ മൂസാ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബിയെ പേരെടുത്ത് വിളിക്കുന്നു, യാ ഇബ്രാഹിം അഅരിദ് അൻ ഹാദാ. ഇബ്രാഹിമേ ഇതിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കണേ എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ബഹുമാനപ്പെട്ടതാകുന്ന നൂഹ് നബി അലൈഹിസ്സലാം, അല്ലാഹുവേ എന്റെ മകനാണത്, എന്റെ മകനെ നീ മുക്കിക്കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയതാകുന്ന പ്രളയ ദുരിതത്തിൽ അകപ്പെട്ടു പോയ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോ അല്ലാഹു വിളിക്കുകയാണ്, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക. നൂഹേ നിന്റെ മകൻ അത് നിന്റെ അഹ്ലിൽ പെട്ടവനല്ല, അവൻ നിന്റെ അഹ്ലിൽ പെട്ടവനേ അല്ല. ഇങ്ങനെ എല്ലാവരുടെയും പേരെടുത്ത വിളിക്കുന്നു. അപ്പൊ സമയമില്ലാത്തോണ്ടാട്ടോ, അതൊക്കെ ഒരു സബ്ജക്റ്റാണ്, ഒരു ദിവസത്തെ സബ്ജക്റ്റാണ്. ചുരുക്കി പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാൽ പരിശുദ്ധ പ്രവാചകരെ വിളിക്കുന്നത് ത്വാഹ, യാസീൻ, ഹമീം. യാ അയ്യുഹർ റസൂലു യാ അയ്യുഹൽ മുസമ്മിലു യാ അയ്യുഹൽ മുദ്ദസ്സിറു. അല്ലയോ ഹമീമായവരെ, ത്വാഹ എന്നവരെ, യാസീൻ എന്നവരെ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകരെ, യാ അയ്യുഹർ റസൂലു അല്ലയോ പരിശുദ്ധ പ്രവാചകരെ. യാ മുഹമ്മദു എന്ന് അള്ളാഹു പേര് തന്നെ വിളിച്ചിട്ടില്ല. നബിയോടുള്ള ബഹുമാനം നമുക്ക് കാണിച്ചു തരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനാണ് തെളിവ്. ഇപ്പൊ വേറൊന്നും പറയണ്ടല്ലോ. ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്ക്, യാ മുഹമ്മദ് എന്ന് കാണാൻ പറ്റൂല. എന്നാൽ വല്ല പ്രവാചകന്മാരെ അള്ളാഹു പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളെ ഈ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാഹ്. ആ പ്രവാചകരുടെ മഹത്വം തിരിച്ചറിയണേ. ആ റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്യാത്ത അമ്പിയാക്കളില്ല, മഹത്തുക്കളില്ല, സ്വഹാബത്തെ കിറാമില്ല, ഔലിയാക്കളില്ല. സ്വഹാബത്ത് മുഴുവനും റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്തു പോയി. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വളഅ ലി ഹസാൻ ഇബ്നു സാബിത് മിംബറൻ ഫിൽ മസ്ജിദി.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട സഹാബിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ ഒരു മിമ്പർ തന്നെ സ്ഥാപിച്ചിരുന്നു. റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്യാനാണ്, അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്താനാണ്. ഹജൗത മുഹമ്മദൻ ഫഅജിബ്തു അൻഹു ഫഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ. ഹജൗത മുഹമ്മദൻ ബർറൻ ഹനീഫാ റസൂലല്ലാഹി ശിമതുഹുൽ വഫാഉ. നബിയെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ശത്രുക്കളായ ആളുകൾ, മക്കയിലെ മുശ്രിക്കീങ്ങളും മദീനയിലെ മുനാഫിക്കീങ്ങളും നബിയെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് കവിതാശകലങ്ങൾ തീർത്തപ്പോ അതിന് മറുപടി കൊടുത്തുകൊണ്ട് പ്രവാചകരെ മദ്ഹ് ചെയ്യാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചു വരുത്തിയാരെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഉഹ്ജുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ കവിത രചിക്കാം. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടാണത്. ഈ മനുഷ്യന് വേണ്ടി നബി തങ്ങളെ മദ്ഹ് ചെയ്യാൻ പ്രകീർത്തിക്കാൻ മദീനയിൽ ഒരു മിമ്പർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണിതു കൊടുത്തു. മദ്ഹ് ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരു സ്റ്റേജ് കെട്ടിക്കൊടുക്കുക. ബഹുമാനപ്പെട്ട ഉറക്കെ പാടുകയാണ്, ഹജൗത മുഹമ്മദൻ ഫഅജിബ്തു അൻഹു. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മുഹമ്മദിനെയാണ് ആക്ഷേപിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നത് മുശ്രിക്കീങ്ങളെ, മുനാഫിക്കീങ്ങളെ, ആക്ഷേപകരെ. ഈ ഹസ്സാനാണ്, ഹസ്സാനാണ്. സ്വഹാബിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വീണ്ടും പാടുന്നു, ഫഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ. ഞാൻ ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് പാടുന്നത്. റസൂലുള്ളാഹിയെ പ്രകീർത്തിക്കുന്നതിന്റെ കാരണം കൊണ്ട് അല്ലാഹു എനിക്ക് ഉന്നതമായ പ്രതിഫലം നൽകുമെന്ന് ഉറച്ച വിശ്വാസമാണ്, ഉറച്ച വിശ്വാസമാണ്. ഹജൗത മുഹമ്മദൻ ബർറൻ ഹനീഫാ റസൂലല്ലാഹി ശിമതുഹുൽ വഫാഉ. നിങ്ങൾ ആരെയാണ് ആക്ഷേപിക്കുന്നത്? വാഗ്ദാനം ചെയ്താൽ പൂർത്തീകരിക്കുന്ന പ്രവാചകരെയാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ തെറ്റായ മതത്തിന്റെ ആദർശ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൽ പരിപൂർണമായി അടിയുറച്ച് തൗഹീദിന്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ വാഗ്ദാനം പൂർത്തീകരിക്കുന്ന പ്രവാചകരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ പ്രവാചകരെ മദ്ഹ് ചെയ്ത് അങ്ങനെ പാടിയപ്പോ റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി. അല്ലാഹുവേ, പടച്ചറപ്പേ, ശത്രുക്കൾ എന്നെ ആക്ഷേപിച്ചപ്പോൾ എന്നെ പ്രശംസിച്ചുകൊണ്ട് പാട്ടുപാടി എനിക്ക് പരിപൂർണമായ സംരക്ഷണം നൽകി മനസ്സിന് സമാധാനം നൽകിയതായ ഈ ഹസ്സാനിനെ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി. നബിതങ്ങളെ മദ്ഹ് ചെയ്തപ്പോൾ, നബിതങ്ങളെ പ്രശംസിച്ചപ്പോൾ നബിതങ്ങൾ എതിർത്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ഹദീസാണ്, സ്വഹീഹ് മുസ്ലിം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ പഠിക്കണ്ടേ നമ്മൾ, ഈ ഉമ്മത്ത് മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ മൂടി വെച്ച എങ്ങനെ അറിയാം? അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. മഹാനാകുന്ന സലമത്തു ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയ, അദ്ദേഹത്തിന്റെ കാലിന്റെ കണങ്കാലിന്റെ ഭാഗത്ത് ഒരു പാട്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ ഈ പാടുന്ന? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ പാടിനെ കുറിച്ച് അറിയണം, പറഞ്ഞു കൊടുക്കാണ്.
ഞാനീ പറയുന്ന സംഭവം ബുഖാരി മുസ്ലിം അടക്കം ഹദീസുകളിലുള്ള സംഭവമാണ്. അദ്ദേഹം ചരിത്രം പറഞ്ഞു കൊടുത്തു. ഞാൻ ഹുനൈൻ യുദ്ധത്തിൽ ഹിജറയുടെ 8-ാം വർഷം യുദ്ധത്തിന്റെ വേളയിൽ എന്റെ കാലിനൊരു വെട്ട് കിട്ടി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജാറാനിൽ ഉംറയ്ക്ക് വരുന്ന ആ സംഭവം പറഞ്ഞല്ലോ, ഈ യുദ്ധം കഴിഞ്ഞിട്ടാണ്. ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുക്കൾ വന്ന് കാലിൽ നിന്ന് വെട്ടി. വെട്ടറിയാവുന്നവനാണല്ലോ, അല്ല കാല് നോക്കി വെട്ടും. എത്ര ആനയെ പോലെയുള്ളവനാണെങ്കിലും വീഴും. വെട്ടാൻ കറക്റ്റ് വെട്ടാണെങ്കിൽ വെട്ട് കിട്ടിയപ്പോ വീട് പോയി. അപ്പൊ എന്നെ ആളുകൾ ശവമഞ്ചമിലെടുത്തിട്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒറ്റ പലകയുടെ മേലുള്ളതാകുന്ന പലകയിലെടുത്തിട്ടിട്ട് കൊണ്ടുപോവാ. നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ കൊണ്ടുവരുന്ന സംഭവമില്ല, അതേപോലെ. അപ്പൊ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, ഉസീബ സലമത്തു, സലമയ്ക്ക് മാരകമാകുന്ന മുറിവുള്ള വെട്ടയാണ് കിട്ടിയിരിക്കുന്നത്, ആള് തീരും. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് ഇനി യുദ്ധം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് ഇനി യുദ്ധം ചെയ്യണം. എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ദീനിന് വേണ്ടി ഇനിയും എനിക്ക് പടവെട്ടണം. അത് കേട്ടപ്പോ നബിക്ക് വലിയ സന്തോഷം. നബി ഇരുന്നിട്ട് നേരത്തെ പറഞ്ഞ ആ വലത്തേ കൈ കൊണ്ട് വെച്ചു, ചേർത്ത് കൊണ്ട് വെച്ചു. മാഷാ അല്ലാഹ്. ഹദീസിലുണ്ട് ഫനഫസ ഫീഹി സലാസ നഫസാത്തിൻ, 3 ഊതലൂതി. മന്ത്രിക്കുന്നതിനുള്ള തെളിവായി സംഭവം മനസ്സിലായി. ഹദീസാണിത്. ഫനഫസ ഫീഹി സലാസ നഫസാത്തിൻ, 3 ഊതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷൂന്നല്ല, ഇത് ഊതുന്നതിനൊക്കെ അസിലുണ്ട്. ഷിഫി എന്ന് പറഞ്ഞാൽ ഷിഫിയാക്കല്ലാന്ന്, അതാണ് അർത്ഥം. നമ്മൾ ഈ ഫൂ എന്ന് ഓതിയിട്ട് പല്ലും തെറിച്ചങ്ങോട്ട് പോയി. അള്ളാഹു പിന്നെ എന്താന്ന് മനസ്സിലാവുന്നില്ല, എതിർത്തോണ്ട് അടക്കുക. നിനക്ക് അസില് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ 3 ഊതലോടുകൂടി കാല് പരിപൂർണമായി ഷിഫിയായി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സ്വഹീഹുൽ ബുഖാരി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടു. ആരെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കൾ കൊല ചെയ്തു. അപ്പൊ ഖിലാഫത്തിന് വലിയ പ്രശ്നങ്ങളും കോലാഹലങ്ങളും, മദീനയിലെ ആകെ രക്തച്ചൊരിച്ചിലുള്ള പ്രശ്നങ്ങളുമായി. അവിടെ മുതൽക്കാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇനി ഇവിടെ നിൽക്കണ്ട, നാട് വിട്ടു പോകാമെന്ന് കരുതി ബഹുമാനപ്പെട്ടതാകുന്ന സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു പിന്നീട് ബഹുമാനപ്പെട്ടവർ നാട് വിട്ടുപോയി. എങ്ങോട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇറാഖിലേക്ക് പോയി. ഇറാഖിൽ പോയി താമസിച്ചു. ഇറാഖിലെ റബദ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിച്ചു. പിന്നെ അവസാനം വഫാത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം മദീനയിൽ വന്നു എന്നാണ് ചരിത്രം. ഈ റബദയിൽ പോയി അദ്ദേഹം താമസിക്കുന്ന സമയത്ത് സ്വഹാബത്തും പിൽക്കാലത്ത് വന്നതാകുന്ന താബിഈങ്ങളുമൊക്കെ വകാന സ്വഹാബത്തു വതാബിഊന യുസാഫിറൂന ഇലാ റബദ. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇദ്ദേഹം റബദയിൽ പോയി എന്ന് പറഞ്ഞതിന് ശേഷം ബുഖാരി ഇമാം തന്നെ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം രേഖപ്പെടുത്തുന്നു, പിൽക്കാലത്ത് വന്ന അയിമത്തുകളും മഹത്തുക്കളും ഒക്കെ റബദയിൽ പോകും. എന്തിനു വേണ്ടി? ബഹുമാനപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി, ഈ കാലിന്റെ വെട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. കാരണം വലിയ സംഭവമല്ലേ, ചെറിയ കാര്യമാണ്. ഒരു 3 ഊതലോട് കൂടി തന്നെ ആള് മരിക്കുമെന്ന് പറഞ്ഞതാകുന്ന വെട്ട് അവിടെ ചേർത്ത് വെച്ചിട്ട് ശിവപ്പെടുത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കൈയുടെ പവറാണത്. കൈ വെച്ചങ്ങോട്ട് ചെറുപ്പാക്കപ്പെട്ട കൈ അങ്ങോട്ട് വെച്ച് ചേർത്ത് വെച്ചിട്ട് 3 ഊതൽ. അപ്പൊ ഈ മുറിപ്പാട് കാണാൻ വേണ്ടി പോകും. ചെന്നതിന് ശേഷം ആളുകളോട് അന്വേഷിക്കുമ്പോൾ പറയും ഹാഹുന സലമ, ഇവിടെ നിങ്ങൾ പറഞ്ഞ ആള് ഇവിടെ താമസിക്കുന്നുണ്ട്. റബദ എന്ന് പറയുന്നതാകുന്ന പട്ടണത്തിൽ ബഹുമാനപ്പെട്ടവരുടെ വീട് കാണിച്ചു കൊടുക്കും. ചെന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ മുറിയൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ചുംബിക്കും. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു കൈ പിടിച്ച് ചുംബിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയതാണ്. എന്നിട്ട് അവർ പറയും ഞങ്ങൾ ഇതിനെ കൈ ചുംബിക്കുന്നറിയോ? നിങ്ങൾ ഈ കൈ കൊണ്ട് ആരെ പിടിച്ചിട്ടുണ്ട്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ കൈ പിടിച്ച കൈയാണിത്. ഈ മുസാഫത്ത് എന്ന് പറഞ്ഞ വെറുതെ അല്ല. കാരണം സഹാബത്ത് ആരുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്? പറയും, നിങ്ങൾ പറയും, ആരുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉറപ്പല്ലേ? അതല്ലേ ബൈഅത്ത് ചെയ്യാന്ന് പറയുന്നത്. നബിയുടെ കൈക്ക് പിടിക്കാതിരിക്കൂലല്ലോ. ആ സ്വഹാബത്തിനെ ആര് പിടിച്ചിട്ടുണ്ടാവും? ശേഷമുള്ളതാകുന്ന താബിഈങ്ങൾ, അവരുടെ ആര് പിടിച്ചിട്ടുണ്ടാവും? തബഉ താബിഈങ്ങൾ. അവരുടെ കൈക്ക് ആര് പിടിച്ചിട്ടുണ്ട്? അയിമത്തുകൾ. അവരുടെ കൈക്ക് ആര് പിടിച്ചിട്ടുണ്ട്? ശേഷം വന്നതാകുന്ന ഔലിയാക്കൾ, മഹത്തുക്കൾ, മഹാന്മാർ. അതിങ്ങനെ നടന്ന് നമ്മുടെ അയിമത്തുകൾ, നമ്മുടെ സമുന്നതരായ ഉസ്താദുമാർ, സാദാത്യങ്ങളിലേക്ക് ആ കൈ. അതാണ് മുസാഫത്ത് എന്ന് പറയുന്നത്. നമ്മൾ പെരുന്നാളിന് പോലും അല്ലാഹു മുസാഫത്ത് ചെയ്യാൻ പോകില്ല. കാരണം എന്താ? 100 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട്. അത് ശരിയാണോ അല്ലേ? ഒരു മഹല്ലത്തിൽ 10 കൊല്ലം ഖത്തീബ് ജോലി ചെയ്തെന്ന് പറഞ്ഞാലും അവിടുത്തെ കമ്മിറ്റിക്കാരെ പോലും മൊത്തത്തിൽ കണ്ടിട്ടില്ല. കാരണം മുസാഫത്ത് ചെയ്യാൻ പെരുന്നാളിന് പോലും ആ ഭാഗത്തോട്ട് പോകുന്നില്ല.
പോയാൽ 100 രൂപ കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് മുസാഫത്ത് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് വെറുതെയാണോ അല്ലയോ? ഇതിന്റെ മഹത്വം നിങ്ങൾ അറിയണം. അൽ മുസാഫഹത്തു തസീദു ഫിൽ മവദ്ദ. മുസാഫഹത്ത് ചെയ്താൽ സ്നേഹം അധികരിക്കുമെന്ന് മഹാനാകുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഞാൻ നേരത്തെ പറഞ്ഞു താബിഈങ്ങളിൽ പ്രമുഖനായ വ്യക്തി, അദ്ദേഹത്തിന്റെ വാക്കാണ്. നിങ്ങളൊന്ന് മുസാഫത്ത് ചെയ്ത് നോക്ക്. അതുകൊണ്ടാണ് ഉസ്താദന്മാരുടെ ഏറ്റവും ഇഷ്ടം, സയ്യിദന്മാരുടെ ഏറ്റവും ഇഷ്ടം ആരാ? അവരുമായി ഏറ്റവും കണക്റ്റഡ് ആയ ആളുകൾ. അവരുടെ കൈക്കൊക്കെ പിടിക്കുക, വല്ലപ്പോഴൊക്കെ ഒന്ന് പിടിച്ചിട്ടുള്ള ആളുകളോട് വലിയ ഇഷ്ടമായിരിക്കും. അവരൊരിക്കലും മറക്കൂല. അവർക്ക് ഇഷ്ടം. മാത്രമല്ല മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യഫ്തരിഖാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടി, രണ്ട് സഹോദരിമാരായിക്കോട്ടെ, പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യുക? കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് മുസാഫഹത്ത് ചെയ്യുക. ഒരു കൈ ഇങ്ങനെ കൊടുക്കുന്നു, അടുത്ത കൈ അതിന്റെ മേളിലേക്ക് ചേർത്ത് വെക്കുക, രണ്ട് കൈയും വെക്കണം. അങ്ങനെ ചെയ്യുന്നതാകുന്ന സമയത്ത് അവർ ആ കൈ പിരിയുന്നതിന് മുമ്പ്, അവർ വിട്ടുപിരിയുന്നതിന് മുമ്പായി തന്നെ അവർക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്നേഹം വർദ്ധിക്കും, പാപങ്ങൾ പൊറുക്കും. ഇന്ന് ഈ ഉമ്മത്തിന് ഇല്ലാതായത് ഇത് തന്നെയാണ്. പാപം വർദ്ധിച്ചു, സ്നേഹമില്ലാതായി. പരസ്പരം സ്നേഹമില്ല. ഈ ഉമ്മത്ത് അനൈക്യമാണ്. ഇപ്പൊ ഗസയുടെ പ്രശ്നം തന്നെ 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ചെറിയ പ്രദേശമാണ് ഗസ. അവിടെ തന്നെ മരണപ്പെട്ട് കിടക്കുന്ന കുട്ടികൾ എത്രയാ? 60,000-ത്തിലധികം ആളുകളുണ്ടെന്ന് പുതിയ കണക്കാണ്. കഴിഞ്ഞ 23 മാസങ്ങളിലായി 60,000-ത്തിലധികം ആളുകൾ മരണപ്പെട്ടു പോയി. ഇന്നും ബോഡി കിട്ടാത്തതാകുന്ന കെട്ടിടങ്ങൾക്കടിയിൽ കഴിയുന്ന ധാരാളം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, മക്കളുണ്ട്. ഈ 60,000-ത്തിലധികം ആളുകൾ മരണപ്പെട്ടു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ അമേരിക്ക പുറത്തുവിട്ടിട്ടുള്ളതാകുന്ന ഈ കണക്കുകൾ തന്നെ പറയുന്നത് 18,500-ഓളം വരുന്നത് ചെറിയ മക്കളാണ്, ചെറിയ കുട്ടികളാണ്. അതിൽ തന്നെ 1000-ൽ പരം മക്കൾ 1 വയസ്സിന് താഴെയുള്ള ഉമ്മയുടെ മുലപ്പാല് നുകർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാൽപുഞ്ചിരി പൊഴിക്കുന്നതാകുന്ന മക്കളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഇവരെ ഒന്ന് സഹായിക്കാൻ ലോക മുസ്ലിമീങ്ങളൊന്ന് ഐക്യപ്പെടണ്ടേ സഹോദരങ്ങളെ? നയിക്കപ്പെടണ്ടേ? ഇനി ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി അരി എന്തെങ്കിലും കുപ്പിയിലാക്കിയിട്ട് അങ്ങോട്ട് അയച്ചാൽ ഉടനെ ആ രാജ്യത്തേക്ക് ബോംബിടാൻ വേണ്ടി തയ്യാറാകും, അവന്മാരെ നശിപ്പിക്കാൻ. ഇത് അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് ചെയ്യുന്നവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ്. കാരണം അവരുടെ പോലീസും പട്ടാളവും ഒക്കെ എവിടെയുണ്ട്? ഈ ഖത്തറിന്റെ മണ്ണിലുമുണ്ട്. ഖത്തറിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ അവർ വിചാരിക്കണം, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നതാകുന്ന രാജാക്കന്മാരുടെ, അറബ് തമ്പുരാക്കന്മാരുടെ ഒക്കെ തോളിൽ കൈയിട്ടിട്ട് അവരുടെയൊക്കെ ചെവി കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. യഥാർത്ഥത്തിൽ ഇത് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ തിരിയും. ഞാൻ പറയുന്നത് ഈ സമുദായം ഒന്ന് ഐക്യപ്പെട്ടാൽ 50 ദശലക്ഷത്തിലധികമുള്ളതാകുന്ന സൈന്യവ്യൂഹമുണ്ട് മുസ്ലിം രാജ്യങ്ങൾ. ഒരാൾ മുസ്ലിമിനെ തകർക്കാൻ വരില്ല. നബി തങ്ങൾ പറഞ്ഞു അവസാന കാലഘട്ടം എത്തുമ്പോൾ ഇതേപോലെ ഉണ്ടാകും. ഇതേപോലെ അക്രമം ഉണ്ടാകും. എന്തുകൊണ്ടാണ് നബി എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി മനുഷ്യനെ ഏറ്റവും ഇഷ്ടം റസൂലുള്ളയല്ല, പരിശുദ്ധ ദീനല്ല, ദുന്യാവിനോടുള്ള സ്നേഹമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഈ വിള്ളലുകൾ, മഹല്ലത്തുകളിൽ വിള്ളൽ, കുടുംബങ്ങളിൽ വിള്ളൽ, അയൽവക്കക്കാരുമായി സ്നേഹമില്ലായ്മ, സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്, സമുദായം നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്, ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഐക്യമില്ലാതായി പോകുന്നത്. അതിന്റെയൊക്കെ ആത്യന്തികമാകുന്ന കാരണം ദുന്യാവിനോടുള്ള, ഭൗതിക ലോകത്തോടുള്ള അമിതമാകുന്ന ആസക്തിയാണ്. ഇത് കുറച്ചാൽ മുസ്ലിമീങ്ങൾ വിജയിക്കും, ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഐക്യപ്പെടും. അതിനേറ്റവും ഉപകരിക്കുന്നതാണ് പരസ്പരം കണ്ടാൽ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യൽ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകരുടെ കരം പിടിച്ച സ്വഹാബത്ത്, നബിയുടെ കൈയുടെ പവറാണ് ഇന്ന് പറഞ്ഞത്. ആ സ്വഹാബത്തിന്റെ കരം പിടിച്ച താബീങ്ങൾ, അവരുടെ കൈ പിടിച്ചതാകുന്ന തബഉ താബീങ്ങൾ, അവരുടെ കൈ പിടിച്ച അയിമ്മത്തുകൾ, ഉലമാക്കൾ, മഹത്തുക്കൾ, നമ്മുടെ സൂഫിസരാകുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, സാദാത്യങ്ങൾ, അവരുടെ കൈ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറായാൽ, മുസ്ലിമീങ്ങൾ പരസ്പരം മുസാഫഹത്ത് ചെയ്തുകൊണ്ട് നിലകൊണ്ടാൽ ഈ ഉമ്മത്ത് ഐക്യപ്പെടും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിലൂടെ പരസ്പര സ്നേഹ സൗഹാർദ്ദം നിലനിർത്തും.